ഇനി നമ്മൾ ഇതിൻ്റെ വൻകുടൽ മലാശയ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം. ഈ വൻകുടൽ മലാശയ ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് മിക്ക ആളുകൾക്കും അത് ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അത് നമ്മൾ നേരത്തെ അറിയുകയാണെങ്കിൽ. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ 50 വയസ്സാകുമ്പോൾ എല്ലാവരും ഒരു കൊളോണോസ്കോപ്പി, അതായത് പോപ്പുലേഷനിലെ എല്ലാ ആളുകളും ഒരു കൊളോണോസ്കോപ്പി മിനിമം ചെയ്യണം എന്നുള്ളത് ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്. കൊളോറക്ടൽ സൊസൈറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്യാൻസറുകളും ഒരു ദശ രൂപത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ദശ നമ്മൾ ആ ടൈമിൽ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു 10, 15, 20 വർഷം മുമ്പൊക്കെ നമുക്ക് ഈ ദശ കണ്ടുപിടിച്ച് അതിനെ കൊളോണോസ്കോപ്പിയിൽ തന്നെ അതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലുള്ള ഒരു വൻകുടലിലോ അല്ലെങ്കിൽ മലാശയത്തിലോ ഉള്ള ക്യാൻസറുകൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തടയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഇത് ചിലർക്കൊക്കെ അത് വളർന്ന് ക്യാൻസർ രൂപത്തിലായി ഇതിന് സിംറ്റംസ് വരുമ്പോഴാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ നേരത്തെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ക്യാൻസർ കൂടിയാണ്. ഇനി ക്യാൻസർ നമ്മൾ നേരത്തെ ഇതുപോലത്തെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഡോക്ടേഴ്സിനെ, അതിൻ്റെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെയോ ഗ്യാസ്ട്രോ സർജനെയോ ആരാച്ചാൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കാണുകയും അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ, അല്ലെങ്കിൽ ഡോക്ടർക്ക് അങ്ങനത്തെ ചിലപ്പോൾ പൈൽസ് ആയിരിക്കാം, എന്നാലും അതിന് വേണ്ട ടെസ്റ്റുകൾ കൊളോണോസ്കോപ്പി പോലെയോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പി പോലെയോ സ്കാനോ എന്താ വേണ്ടത് വെച്ചാൽ ടെസ്റ്റുകൾ ചെയ്യുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പാർട്ടിലേക്ക് പോവാം. ഇനി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ഇതിനെ ക്യാൻസറിൻ്റെ സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഇതിനെ ഏത് ഭാഗത്താണോ വൻകുടലിൻ്റെ വന്നിട്ടുള്ളത് അതും അതിൻ്റെ ചുറ്റുമുള്ള രക്തക്കുഴലും അതിനോടൊപ്പം തന്നെയുള്ള കഴലുകളും പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ചികിത്സ. അപ്പോൾ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിക് സർജറിയാണ്. അതായത് കീ ഹോൾ സർജറി എന്ന് നമ്മൾ വിളിക്കും. അതായത് ചെറിയ മുറിവുകളില്ലാതെ തന്നെ ചെറിയ താക്കോൽ ദ്വാരത്തിലൂടെ നമുക്കിതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് വേൾഡിൽ എല്ലായിടത്തും സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയും. നേരത്തെ ഇത് വയറ് തുറന്ന് വലിയ മുറിവൊക്കെ ആക്കിയുള്ള വലിയ സർജറി, മ്യൂട്ടിലേറ്റിംഗ് സർജറീസ് ആണെങ്കിൽ ഇന്നിപ്പോൾ നമുക്കിത് വളരെ ചെറിയ സുഷിരങ്ങളുള്ള അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിൽ നമുക്കത് എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയറ് തുറക്കാതെ ഇത് ട്രീറ്റ്മെൻറ്റ് കീ ഹോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഫീരിയർ അല്ലേ, അത് ഒരു ക്യാൻസറിന് സർജറിക്ക് അത് കീ ഹോൾ സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മളൊക്കെ വൻകുടൽ ക്യാൻസേഴ്സൊക്കെ ഓപ്പൺ സർജറി ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി അതിൻ്റെ ലാപ്രോസ്കോപ്പി ഞങ്ങളൊക്കെ ട്രെയിൻഡായി. അപ്പോൾ ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടും സ്കിൽഡ് ആയിട്ടുള്ള ഒരു ലാപ്രോസ്കോപ്പിക് സർജന് ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ സർജറിനേക്കാളും വളരെ നന്നായിട്ട് അതിൻ്റെ കഴലുകളും അതിൻ്റെ ആ ഭാഗങ്ങളെല്ലാം നമുക്ക് രക്തക്കുഴലുകൾ പോലും വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ചെറിയ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രക്തക്കുഴൽ കഴലുകൾ പോലും നമുക്ക് ഈ കീ ഹോൾ സർജറിയുടെ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് എത്രയോ മടങ്ങ് വലുതായി കാണുന്നതുകൊണ്ട് നമുക്കത് കണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് മുറിവില്ലാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനും അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങാനും നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് നടന്നു തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വയറ് തുറന്നുള്ള സർജറികളാണെങ്കിൽ ഇത് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ റിക്കവറിക്ക് ടൈം എടുക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ നമ്മൾ ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുടലുകളൊക്കെ ഒട്ടിപ്പിടിച്ച് ഫ്യൂച്ചറിൽ അതുകൊണ്ട് പല കോംപ്ലിക്കേഷൻസ് വരാനുള്ള അതെല്ലാം ലാപ്രോസ്കോപ്പിക് സർജറിയിൽ കുറവാണ്. ഇപ്പോൾ അത് ലാപ്രോസ്കോപ്പി കഴിഞ്ഞ് റോബോട്ടിക് സർജറിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഏറയിൽ നമുക്കിതെല്ലാം ഈ ഫെസിലിറ്റീസ് എല്ലാം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വയറിൽ നമുക്ക് ദഹന സംബന്ധമായോ അല്ലെങ്കിൽ നമ്മുടെ മലാശയ സംബന്ധമായോ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്നത് സംബന്ധമായിട്ടൊക്കെയുള്ള വേഗ് സിംറ്റംസ് ഉള്ള ആളുകൾ എന്താണെങ്കിലും ഒന്ന് ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ഒപ്പീനിയൻ എടുക്കണം. അത് നമ്മൾ ചിലപ്പോൾ ബ്ലഡ് പോകുന്നത് 1-2 തവണ കാണുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അത് ഇപ്പം ഇല്ലയെന്ന് വിചാരിച്ചിരിക്കും. പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകൂടി പോകും. അപ്പം നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ പൈൽസ് ആണെന്ന് വിചാരിച്ച് സ്വയം ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ, കാരണം സെക്കൻഡറി പൈൽസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട്. അതായത് നമ്മൾ വൻകുടൽ ക്യാൻസർ മുകളിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ പൈൽസ് കാണാം. കാരണം അതിലൂടെ പോകുന്ന രക്തക്കുഴലുകൾക്ക് ഈ ക്യാൻസർ കാരണം അവിടെ ബ്ലോക്ക് വരുമ്പോൾ അത് പൈൽസിൻ്റെ പോലെ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ താഴത്തെ പൈൽസ് എന്നുള്ള ബ്ലീഡിങ് ആണെന്ന് വിചാരിക്കുകയും
അങ്ങനെ നമ്മൾ ഇതിനെ മിസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒരു 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഒരു കൊളോണോസ്കോപ്പി മസ്റ്റായിട്ട് ചെയ്യണം. അതുപോലെ ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് വേണ്ട ടെസ്റ്റുകൾ ചെയ്യുക. നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി 5 ഇയർ സർവൈവലൊക്കെ വളരെ നല്ല 70 to 80% ഒക്കെ ഉള്ള ഒരു ക്യാൻസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നേരത്തെ അറിഞ്ഞാൽ സുഖപ്പെടുത്താൻ സാധിക്കുന്ന ഒരു അസുഖമാണ്.